भू श्रीमदे जय प्रणतात स्वामी नामिने आचार्य पथाय नितायुबाधारिणे गौरपद दामदाय नगुरुग्रामकारिणे विष्णुपाय कृष्णप्रसाय भूतले श्रीमदे भक्ति वेदांत स्वामी नामिने नमस्ते सरस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य दिशतारिणे धनश्री चिन्मयैकन्या प्रभु नित्यानंद श्री अद्वैतगदाधर श्रीवासादिगौरभक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे जय कृष्ण बलराम जय कृष्ण बलराम कृष्ण बलराम जय कृष्ण बलराम जय गौरनिताय जय गौरनिताय गौरनिताय जय गौरनिताय निताय गौर बोल हरि बोल निताय गौर हरि बोल निताय बोल हरि बोल हरि बोल हरि बोल निताय गौर हरि बोल। ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय हरि ओम तत्सत् हरे कृष्ण ഇന്ന് നമ്മൾ അധ്യായം ഭഗവത്ഗീത യഥാരൂപം അധ്യായം 8 പരമപദപ്രാപ്തി ത്തില് 14 8-ൽ 14-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അനന്യചേതാ സതതം യോ മാം സ്മരതി നിത്യശ സ്യാഹം സുലഭ പാർത്ഥ നിത്യയുക്തസ്യ യോഗിന അനന്യചേതാ സതതം യോ മാം സ്മരതി നിത്യശ തസ്യാഹം സുലഭ പാർത്ഥ നിത്യയുക്തസ്യ യോഗിന അനന്യചേതാ സതതം യോ മാം സ്മരതി നിത്യശ തസ്യാഹം സുലഭ പാർത്ഥ നിത്യയുക്തസ്യ യോഗിന. അല്ലയോ പാർത്ഥ, നിരന്തരമായ ഭക്തിയുടെ സേവനം മൂലം സ്ഥിരചിത്തതയോടെ എന്നെ എപ്പോഴും സ്മരിക്കുന്ന യോഗനിഷ്ഠന് ഞാൻ സുപ്രാപ്യവനാണ്. ഭാവാർത്ഥം ജയശ്രീല പ്രഭുപാദ് ശ്രീല പ്രഭുപാദ് കി ജയ്. ഭക്തിയോഗത്തിൽ ഉറച്ചുനിന്ന് ഭഗവാനെ സേവിക്കുന്ന ശുദ്ധഭക്തന്മാരുടെ ആത്യന്തികമായ പ്രാപ്തിസ്ഥാനത്തെ ഈ ശ്ലോകം വിവരിച്ചു തരുന്നു. ആർത്തൻ, ജിജ്ഞാസു, അർത്ഥാർത്ഥി, ജ്ഞാനി എന്നിങ്ങനെ 4 വിഭാഗത്തിൽപ്പെടുന്ന ഭക്തരെ കുറിച്ച് മുമ്പ് പറഞ്ഞു. കർമ്മയോഗം, ജ്ഞാനയോഗം, ഘടയോഗം എന്നീ പദ്ധതികളും നിർദ്ദേശിച്ചു കഴിഞ്ഞു. ഈ യോഗചര്യകളിലും ഒട്ടൊക്കെ ഭക്തി ഉൾച്ചേർന്നിട്ടുണ്ട്. ഈ ശ്ലോകമാകട്ടെ ജ്ഞാനം, കർമ്മയോഗ, ഘടയോഗങ്ങളുടെ സ്പർശ ലേശം പോലുമില്ലാത്ത ശുദ്ധ ഭക്തി യോഗത്തെയാണ് നിർദ്ദേശിക്കുന്നത്. യഥാർത്ഥ ഭക്തി യോഗത്തിൽ ഭക്തന് കൃഷ്ണനിൽ മാത്രമേ താല്പര്യമുള്ളൂ എന്ന് വെളിവാക്കുന്നു. അനന്യഛേദ എന്ന വാക്ക് ഈ സ്വർഗലോക വാസമോ ബ്രഹ്മജ്യോതിസുമായിട്ടുള്ള ഏകീഭാവമോ ഭൗതിക ബന്ധങ്ങളിൽ നിന്ന് വിമുക്തിയോ ശുദ്ധഭക്തന് ആഗ്രഹിക്കുകയില്ല. അദ്ദേഹത്തിന് ഒരു ആഗ്രഹവുമില്ല. കൃഷ്ണനിൽ മാത്രമാണ് ആസക്തി. ചൈതന്യ ചരിതാമൃതം ശുദ്ധഭക്തന് നിഷ്കാമൻ, സ്വാർത്ഥാഭിലാഷങ്ങളില്ലാത്തവൻ എന്നാണ് നിർവചിക്കുന്നത്. ഭക്തന് മാത്രമേ ശരിയായ സമാധാനമുള്ളൂ. സ്വാർത്ഥ ലാഭത്തിനായി പ്രവർത്തിക്കുന്നവർക്കില്ല. ജ്ഞാനയോഗിക്കും കർമ്മയോഗിക്കും ഘടയോഗിക്കും സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട്. ശുദ്ധഭക്തനാകട്ടെ ഭഗവാനെ പ്രീണിപ്പിക്കണമെന്ന അഭിലാഷമേ ഉള്ളൂ. അതുകൊണ്ടാണ് തന്നിൽ ഉറച്ച ഭക്തിയുള്ളവന് താൻ സുപ്രാപ്യനെന്ന് ഭഗവാൻ അരുളി ചെയ്തത്. നമാവും വിഷ്ണുപദായ കൃഷ്ണപുരസപുലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമി നമസ്തേ സരസ്വതി ഗൗരി വാണി പ്രചരണ ശ്രീകൃഷ്ണ ചരണ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ഗൗരി ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. അല്ലെ, അപ്പൊ ഇങ്ങനെ യോഗസ്ഥന അല്ലെ എന്താണ്
അല്ലയോ ഭാർത്ത, നിരന്തരമായ ഭക്തിയുടെ സേവനം മൂലം സ്ഥിരചിത്തതയോടെ എന്നെ എപ്പോഴും സ്മരിക്കുന്ന യോഗനിഷ്ഠന് ഞാൻ സുപ്രാപ്യനാണ്. അല്ലെ? വെരി ഗുഡ്. നല്ലൊരു ശ്ലോകമാണ്. ഇവിടെ ഭക്തിയോഗത്തില് ഉറച്ചു നിന്ന് ഭഗവാനെ സേവിക്കുന്ന ശുദ്ധഭക്തന്മാരുടെ ആത്യന്തികമായ പ്രാപ്തിസ്ഥാനത്തെ ഈ ശ്ലോകം വിവരിച്ചു തരും. അല്ലെ? അപ്പൊ നമ്മളെല്ലാവരും ഭക്തിയോഗത്തിലാണ്. അല്ലെ? നമ്മളെല്ലാവരും ഭഗവാനെ സേവിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെ? ശുദ്ധരായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. അത് ഭഗവാൻ മാത്രമേ അറിയുള്ളൂ. പക്ഷെ നമ്മുടെ എല്ലാവരുടെയും ആത്യന്തിക ലക്ഷ്യം എന്തുവാണ്? ഭഗവാനെ പ്രാപിക്കുക എന്നുള്ളത്, ഭഗവാനെ സേവ ചെയ്യുക എന്നുള്ളത്. അല്ലെ? എവിടെയാണെങ്കിലും നമുക്കൊരു പ്രശ്നമല്ല, ഭഗവാനെ സേവിക്കുക എന്നുള്ളത്. അല്ലെ? ഇപ്പൊ ഇവിടെയാണെങ്കിലും നരകത്തിലാണെങ്കിലും ഈ ഭൂലോകത്തിലാണെങ്കിലും സ്വർഗത്തിലാണെങ്കിലും വൈകുണ്ഠത്തിലാണെങ്കിലും ഗോലോക വൃന്ദാവനത്തിലാണെങ്കിലും നമുക്ക് എന്താ താല്പര്യം? ഭഗവാനെ സേവിക്കുക എന്നുള്ളത്. ഒരു ശുദ്ധ ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവന് മറ്റൊരു അനന്യ ചിന്ത, അല്ലെ, വേറൊരു ചിന്ത ഇല്ല. ഒരു ചിന്തയും ഒരു അഭിലാഷവും ഇല്ല. എങ്ങനെയെങ്കിലും എവിടെയാണെങ്കിലും ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ്. അല്ലെ? അതാണ് അതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇവിടെ 4 തരത്തിലുള്ള ആൾക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. അല്ലെ? ആരൊക്കെയാണ് ഭഗവാനെ സമീപിക്കുന്നത് എന്ന്? അല്ലെ? ആർത്തൻ, ജിജ്ഞാസു, അർത്ഥാർത്ഥി, ജ്ഞാനി എന്നിങ്ങനെ 4 വിഭാഗത്തിൽപ്പെടുന്ന ഭക്തരെ കുറിച്ചിട്ട് ഇവിടെ പറയുന്നുണ്ട്. കർമ്മയോഗം, ജ്ഞാനയോഗം, ഹഠയോഗം എന്നീ പദ്ധതികളും നിർദ്ദേശിച്ചു കഴിഞ്ഞു. അതെല്ലാം ഭഗവാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഈ യോഗചര്യകളിലൊക്കെ ഒട്ടൊക്കെ ഭക്തി ഉൾച്ചേർന്നിട്ടുണ്ട്. ഇതിൽ ഏത് വഴി പോയാലും നമുക്ക് ഭഗവാനിലെത്താം. പക്ഷെ അത് അത്രയും പ്രയാസമാണെന്ന്. അല്ലെ? ഇപ്പൊ കർമ്മയോഗത്തിലൂടെ ആണെങ്കിൽ, ജ്ഞാനയോഗത്തിലൂടെ ആണെങ്കിൽ, ഹഠയോഗത്തിലൂടെ ആണെങ്കിൽ, അല്ലെ, എല്ലാം നമുക്ക് ഭഗവാനിലെത്താൻ പറ്റും. പക്ഷെ ഇപ്പോഴൊന്നും എത്തത്തില്ല എന്നുള്ളൊരു കുഴപ്പമുണ്ട്. അല്ലെ? പക്ഷെ ഏറ്റവും എളുപ്പം ഏതാണ്? ഭക്തിയോഗം. നമ്മളെ പരിപാലിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ പിന്തുടരുന്ന, നമ്മളെ സേവിക്കുന്ന, നമ്മളെ കൺസിഡർ ചെയ്യുന്ന ഇതാണ് ഭക്തിയോഗമാണ്. ഏറ്റവും ഉചിതവും ഏറ്റവും നിസ്സാരവും ഏറ്റവും ലളിതവും ഏറ്റവും എളുപ്പവും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ബുദ്ധിയുള്ളവര് അത് കൺസിഡർ ചെയ്യുന്നത്. ഈ യോഗചര്യകളിലും ഒട്ടൊക്കെ ഭക്തി ചേർന്നിട്ടുണ്ട്. ഈ ശ്ലോകമാകട്ടെ ജ്ഞാനകർമ്മ ഹഠയോഗങ്ങളുടെ സ്പർശലേശം പോലും ഇല്ലാത്ത ശുദ്ധ ഭക്തി യോഗത്തെയാണ് നിർദ്ദേശിക്കുന്നത്. അപ്പോ നമുക്ക് ജ്ഞാനകർമ്മം വേണ്ട, അല്ലെ? ജ്ഞാനം വേണ്ട, കർമ്മം വേണ്ട, ഈ ഹഠയോഗം, ഈ യോഗങ്ങളൊന്നും നമുക്ക് വേണ്ട. പിന്നെ നമുക്ക് എന്താ വേണ്ടത്? ശുദ്ധ ഭക്തിയാണ് വേണ്ടത്. എന്താ ശുദ്ധഭക്തി എന്ന് പറഞ്ഞാൽ? അല്ലെ? മറ്റൊരു ചിന്തയും അനന്യ ചിന്ത എന്തുമാ, അല്ലെ? അല്ലെങ്കിൽ മറ്റൊരു ചിന്തയില്ലാതെ ഭഗവാനെ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത്, ഭഗവാനെ മാത്രം നമ്മൾ കണ്ടിട്ട്, ഭഗവാനെ മാത്രം നമ്മൾ ഊന്നിക്കൊണ്ട് ഭഗവാന്റെ സേവ ചെയ്യുക. അതാണ് എന്താണ് ശുദ്ധഭക്തി എന്ന് പറയുന്നത്. അത്ര എളുപ്പമല്ല, പ്രത്യേകിച്ച് ഈ കലിയുഗത്തിൽ. അല്ലെ? നമ്മളിങ്ങനെ ഹരികൃഷ്ണ മഹാമന്ത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് എന്തെല്ലാം ചിന്തകളാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്, നമ്മൾ അറിയത്തോലുമില്ല. അല്ലേ? ഒരു അരമണിക്കൂർ കഴിയുമ്പോഴായിരിക്കും നമ്മൾ ഓർക്കുന്നത്, ഞാനിവിടെ ജപിക്കുകയല്ലേ, ഇതെന്തൊക്കെ ഞാൻ ആലോചിച്ച് കൂട്ടുന്നത്. അല്ലേ? ഇങ്ങനെ ചിന്തിക്കാൻ പാടുണ്ടോ? അത് പാപമല്ലേ, അപരാധമല്ലേ? ശരി, മനസ്സേ, എന്നെ ഒന്നും വെറുതെ വിട്, നീ എന്നെ ശല്യപ്പെടുത്തല്ലേ എന്ന് പറയാം. ഇപ്പോഴാണ് നമുക്ക് തിരിച്ചു വരാൻ പറ്റുന്നത്. അല്ലേ? വീണ്ടും ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ തദൈവ ഇത് തന്നെയാണ്. അപ്പൊ അതാണ് കാര്യം. എന്താണ്? കാര്യങ്ങൾ കിടപ്പുണ്ട്. നമുക്ക് ഒരുപാട് സാഹചര്യങ്ങളുണ്ട് അതെല്ലാം ഇങ്ങനെ ആവശ്യമെടുക്കാൻ. ആവശ്യമുള്ളതൊന്നും നമുക്ക് അങ്ങനെ അത്ര ആവശ്യമെടുക്കാൻ പറ്റില്ല. ആവശ്യമില്ലാത്തതൊക്കെ നമുക്ക് അങ്ങ് ഉള്ളിലോട്ട് കയറിച്ചെല്ലും. അല്ലേ? അത് അവിടെ ഒട്ടിയിരിക്കും, പോകത്തില്ല. നമുക്കിങ്ങനെ ആവശ്യമില്ലാത്ത സമയത്തൊക്കെ അതിങ്ങനെ പൊങ്ങി 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 വരും നമ്മുടെ മനസ്സിലിങ്ങനെ. ആ ചിന്തകളെല്ലാം വരും. ആവശ്യമില്ലാത്ത ചിന്തകളാണ്. അല്ല, 80% നമുക്ക് ആവശ്യമില്ലാത്ത, 20%മാണ് നമുക്ക് ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. അല്ലെ? അത് നമുക്ക് പതുക്കെ 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 80-20 ആക്കണം. അല്ലെ? ആ സ്റ്റേജ് എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് എന്താണ് ശുദ്ധഭക്തി എത്താൻ പറ്റുക. ഈ ശ്ലോകമാകട്ടെ ജ്ഞാനകർമ്മ ഹഠയോഗികളുടെ സ്പർശലേശം പോലും ഇല്ലാത്ത ശുദ്ധഭക്തി യോഗത്തെയാണ് നിർദ്ദേശിക്കുന്നത്. യഥാർത്ഥ ഭക്തി യോഗത്തിൽ ഭക്തന് കൃഷ്ണനിൽ മാത്രമേ താല്പര്യമുള്ളൂ എന്ന് വെളിവാക്കും. അനന്യചേത ഇവിടെ പറയുന്നുണ്ട്. അല്ലെ? അനന്യചേത. അല്ലെ? എന്താണ് അനന്യചേത എന്ന് പറഞ്ഞാൽ? സ്വർഗത്തിൽ പോകണമെന്നോ? ഇപ്പോ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോ എന്താണ് നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ തന്നെ, കർമ്മികളായിട്ടുള്ള ആൾക്കാർ തന്നെ, അവരുടെ താല്പര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്വർഗത്തിൽ പോകണമെന്ന് പറയും. അവർക്ക് സ്വർഗം മാത്രമേ അറിയുള്ളൂ, സ്വർഗ്ഗലോകം മാത്രമേ അറിയുള്ളൂ. അല്ലെ? സ്വർഗ്ഗലോകവാസി. അല്ലെ? അല്ലെങ്കിൽ ബ്രഹ്മജ്യോതിഷം ഇവിടെ പറയുന്നുണ്ട്, ഭാവത്തിൽ പറയുന്നുണ്ട്. ബ്രഹ്മജ്യോതിഷമായിട്ടുള്ള ഏകീഭാവം. അല്ലെ? ഭൗതിക ബന്ധങ്ങളിൽ നിന്ന് വിമുക്തി. ഇതൊന്നും തന്നെ ഒരു ശുദ്ധനായിട്ടുള്ള ഭക്തൻ ആഗ്രഹിക്കില്ല. എവിടെയാണെങ്കിൽ എന്താ, എനിക്ക് ഭഗവാനെ സേവ ചെയ്ത പോരെ, ഇനി കഷ്ടകാലത്തിനടുത്ത് നരകത്തിൽ ഇട്ടോന്ന് വെച്ചോ, അവിടെയും പോയി ഭഗവാനെ സേവിച്ചു. അതാണ് ചെയ്യുന്നത്. അല്ലെ? അപ്പൊ എവിടെ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് ഭഗവാനെ സേവ ചെയ്യാനുള്ള എന്താണ് അവസരങ്ങൾ കിട്ടുമെന്നുള്ളത് അർത്ഥം. എവിടെ പോയാലും. അപ്പോ അങ്ങനെയുള്ള ഒരാൾക്ക്, അങ്ങനെയുള്ള ഒരു ഭക്തന് ഒരു ആഗ്രഹം ഉണ്ടാവില്ല. അല്ലെ? ഇവിടെ ഓരോരുത്തർക്ക് 95-ാമത്തെ വയസ്സിലും അല്ലെങ്കിൽ 105-ാമത്തെ വയസ്സിലും
മരണക്കിടക്കയോട് മരണത്തോട് ഇങ്ങനെ മല്ല് പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറെ ആഗ്രഹം ഉണ്ടെന്ന് പറയും എനിക്ക്. അല്ലേ? അവരുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെല്ലാം വെളിയിലോട്ട് പറയും. അതാണ് നമ്മുടെ അവസ്ഥ, ഈ കലിയുഗത്തിലെ അവസ്ഥ, അല്ലെങ്കിൽ ഈ കർമ്മയുഗത്തിലെ അവസ്ഥ. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഇതെല്ലാം മാറ്റി വെച്ചിട്ട് ഭഗവാനെ സേവിക്കണം എന്നുള്ളൊരു ചിന്ത മാത്രം വരുന്നത്? അല്ലേ? അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തുമ്പോഴാണ് നമ്മൾ ശുദ്ധഭക്തരാകുന്നത്. അദ്ദേഹത്തിന് അങ്ങനെയുള്ളവർക്ക് ഒരു ആഗ്രഹം ഉണ്ടാവില്ല. കൃഷ്ണനിൽ മാത്രമാണ് ആസക്തി. എനിക്ക് ഭഗവാനെ കിട്ടണം, എനിക്ക് ഭഗവാന് മാത്രം മതി, ഭഗവാന്റെ ആഗ്രഹം എന്താണ്, ചിന്തകൾ മാത്രം മതി എന്ന് ആഗ്രഹിക്കുന്നു. വേറെ ഒരു ആഗ്രഹം ഉണ്ടാവില്ല. കൃഷ്ണനിൽ മാത്രമാണ് ആസക്തി. ചൈതന്യ ചരിതാമൃതം ശുദ്ധഭക്തനെ നിഷ്കാമൻ, നിഷ്കാമൻ എന്ന് പറഞ്ഞാൽ മറ്റൊരു താല്പര്യവുമില്ല, ഒരു സ്വാർത്ഥ താല്പര്യവുമില്ല, സ്വാർത്ഥ അഭിലാഷങ്ങളില്ലാത്തവർ, അതാണ് നിഷ്കാമൻ. സ്വാർത്ഥത എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് എന്തെങ്കിലുമൊക്കെ വേണം. അല്ലെ? ഇപ്പൊ നമ്മള് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്താ ആലോചിക്കുക, എനിക്കതിൽ നിന്ന് എന്താ കിട്ടുക? അല്ലെ? ഞാൻ ഇങ്ങനെ ചെയ്താൽ എനിക്കതിൽ നിന്ന് എന്ത് കിട്ടും? അല്ലെ? ഒരു 10 ബുക്ക് കൂടുതൽ വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? എനിക്ക് എന്താണ്, സീനിയർ ഡിവോട്ടീസ് ഒക്കെ എന്നെ വളരെയധികം അഭിനന്ദിക്കും, ഗ്ലോറിഫിക്കേഷൻ, അതെനിക്കിഷ്ടമാണ്. അല്ലേ? അപ്പോൾ നമുക്ക് എന്തൊക്കെയോ സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട് എന്ത് ചെയ്യുമ്പോഴും. ഏത് കർമ്മം ചെയ്യുമ്പോഴും, ഏത് സേവ ചെയ്യുമ്പോഴും നമുക്ക് എന്തോ അറിഞ്ഞോ അറിയാതെ നമ്മുടെ ഉള്ളില് താല്പര്യമുണ്ട്. അല്ലേ? ഇപ്പോ പ്രഭു 10 ബുക്കാണ് പ്രഭു വിറ്റത് എന്ന് പറയുമ്പോ, അല്ലേ, നമ്മള് ഒരു പോക്കങ്ങ് പോകും മുകളിലോട്ട്. അല്ലേ? ഏഹ് ശരി, അതിന് അത് അങ്ങനെയൊന്നും പറയണ്ട എന്ന് പറയുമെങ്കിലും നമ്മുടെ ഉള്ളില് ഒരു താല്പര്യമുണ്ട്. പറയട്ടെ പറയട്ടെ പറയട്ടെ, കൂടുതൽ പറയുന്നതാണ് നമ്മൾ ആലോചിക്കുക. നമ്മുടെ മനസ്സിൽ അതാണ് താല്പര്യം. ചിലർ കേൾക്കട്ടെ എന്നെ കുറിച്ചിട്ട് എന്നാണ്. അപ്പോ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ സ്വാർത്ഥമായിട്ടുള്ള അഭിലാഷങ്ങൾ ഉണ്ട് എന്നർത്ഥം. നമ്മൾ ഇനി എന്തൊക്കെ ഇല്ല എന്ന് പറയാൻ സ്ഥാപിക്കാൻ ശ്രമിച്ചാലും നമ്മുടെ ഉള്ളിൽ എവിടെയോ ആ ഒരു കണിക കിടപ്പുണ്ട്. അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ശുദ്ധഭക്തരാവാത്തത്. ശുദ്ധഭക്തരാവണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു താല്പര്യം ഉണ്ടാവില്ല. അല്ലേ? ജഡഭരതനെ പോലെ ആയിരിക്കണം. ഒരു ഒരാഗ്രഹം ഉണ്ടാവില്ല. അല്ലേ? ആരെങ്കിലും എന്തെങ്കിലും ഉപകാരം ചെയ്താൽ താങ്ക്സ് പോലും പറയത്തില്ല. ഇനി ആ താങ്ക്സിൽ കൂടെ ഇനി എന്തെങ്കിലും നന്മ കിട്ടണമെങ്കിലോ അല്ലെങ്കിൽ പുണ്യം കിട്ടണമെങ്കിലോ, ആ പുണ്യം കിട്ടിക്കഴിഞ്ഞാൽ ആ പുണ്യം അനുഭവിക്കാൻ വേണ്ടി നമ്മൾ വീണ്ടും ജനിക്കണം. അല്ലേ? അതുകൊണ്ട് അതുപോലെ വേണ്ട. കണ്ടൂല. മൗനവ്രതമാണ് നല്ലത്. ചിലർ പറയില്ല മൗനം വിദ്വാന് ഭൂഷണം. അല്ലേ? ഇങ്ങനെയുള്ള കാര്യത്തിൽ അതാണ് നല്ലത്, ഉണ്ടാതിരിക്കുന്നതാണ് നല്ലത്. യാതൊരു പ്രകോപനവും ഇല്ലാതെ, യാതൊരു എന്താണ് മനമാറ്റവും ഇല്ലാതെ ഇങ്ങനെ ഉണ്ടോ എന്ത് വന്നാലും ചിരിച്ചുകൊണ്ടിരിക്കും. അല്ലേ? കൃഷ്ണനിൽ മാത്രമാണ് അവരുടെ ആസക്തി. ആരുടെ? ശുദ്ധഭക്തന്മാരുടെ ആസക്തി. ചൈതന്യ ചരിതാമൃതം ശുദ്ധഭക്തൻ നിഷ്കാമൻ, സ്വാർത്ഥാഭിലാഷങ്ങളില്ലാത്തവൻ എന്നാണ് നിർവചിക്കുന്നത്. ഭക്തന് മാത്രമേ ശരിയായ എന്താണ് സമാധാനമുള്ളൂ. ഒരു ഭക്തനെ നോക്കണം. അല്ലെ? അവർക്ക് ഒരു വറിയുമില്ല. എന്ത് വന്നാലും ഭഗവാനുണ്ട്. ഭഗവാനെ കൂടെ കൊണ്ട് നടക്കുന്നവരല്ലേ? അല്ലെ? കയ്യിലെടുത്തുകൊണ്ട് നടക്കുന്നവരാണ്. അപ്പൊ അവർക്ക് എന്ത് വറിയാനുള്ളൂ? ഒരു പ്രശ്നവുമില്ല. എന്ത് വന്നാലും ഭഗവാൻ നോക്കിക്കൊള്ളുന്നുണ്ട്. നമ്മൾ സന്യാസിമാരെ കണ്ടിട്ടില്ല, ഇസ്കോൺ സന്യാസിമാർ. അവരെന്ത് എന്ത് ജോളിയായിട്ടാണ് നടക്കുന്നത്. അല്ലെ? ഒരേ ഒരു താല്പര്യം മാത്രം. എങ്ങനെ ഭഗവാനെ കുറിച്ച് കൂടുതൽ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും? എങ്ങനെ ഭഗവാന്റെ കീർത്തനം നന്നായിട്ട് പാടാൻ പറ്റും? അല്ലെ? കീർത്തനം ആലപിക്കാൻ പറ്റും? എങ്ങനെ ഇവരെല്ലാരെയും കൊണ്ട് നന്നായിട്ട് ഡാൻസ് ചെയ്യിപ്പിക്കാൻ പറ്റും? അല്ലെ? അതാണ് അവരുടെ ചിന്ത. ഏതൊരു നിമിഷവും, അല്ലെ, ഓരോ നിമിഷവും അവർ അതിനെക്കുറിച്ചിട്ടാണ് ചിന്തിക്കുക. കൂടുതൽ ആൾക്കാർക്ക് ഇത് എങ്ങനെ കൃഷ്ണാബോധം എങ്ങനെ എത്തിക്കാം എന്ന് മാത്രമേ ചിന്തയുള്ളവർക്ക്. അല്ലേ? അപ്പൊ അവർക്ക് വേറെ എന്തെങ്കിലും താല്പര്യമുണ്ടോ? ഒരു താല്പര്യവും, ഒരു അഭിലാഷവും ഇല്ല. അന്യാഭിലാഷിത ശൂന്യം. അല്ലേ? അന്യാഭിലാഷിത ശൂന്യം, ശൂന്യം, സീറോ, ഒന്നുമില്ല. അതിനകത്തോട്ട് കയറി പോയി കഴിഞ്ഞാൽ ഒരാഗ്രഹം പോലും അതിനകത്ത് ഉണ്ടാവില്ല. നേരെ വെച്ച് നമ്മുടെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ ഒളിച്ചു വെച്ചിട്ടുണ്ട് കുറേ ആഗ്രഹങ്ങൾ അവിടെ. ഇവിടെ ഒളിച്ചു വെച്ചിരിക്കുക. നമ്മളില്ല എന്നൊക്കെ പറയും വെളിയിൽ. അല്ലേ? പക്ഷെ ഉള്ളിലുണ്ട്. പക്ഷെ ഈ സന്യാസിമാര് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാർ, ശുദ്ധഭക്തന്മാരുടെ ഒക്കെ ഉള്ളിലോട്ട് ചെന്ന് കഴിഞ്ഞാല് അവർക്ക് യാതൊരു താല്പര്യവും ഉണ്ടാവില്ല. ഒരു താല്പര്യം ഉണ്ടാവില്ല. അവർക്ക് ഒരു ആഗ്രഹം ഉണ്ടാവില്ല. അല്ലെ? അപ്പൊ അങ്ങനെയുള്ളവരാണ് ജ്ഞാനയോഗിക്കും, കർമ്മയോഗിക്കും, ഹഠയോഗിക്കും സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട്. ശുദ്ധഭക്തനാകട്ടെ ഭഗവാനെ പ്രീണിപ്പിക്കണമെന്നല്ലാതെ, അല്ലെങ്കിൽ സന്തോഷിപ്പിക്കണമെന്നല്ലാതെ മറ്റൊരു അഭിലാഷങ്ങളും, അല്ലെ? അപ്പൊ ഈ ഒരു ഒറ്റ അഭിലാഷം മാത്രമേ ഉള്ളൂ. എന്താണ് അഭിലാഷം? ഭഗവാനെ എങ്ങനെ സന്തോഷിപ്പിക്കാം എന്നുള്ളതാണ് അവരുടെ ചിന്ത. ശുദ്ധഭക്തനായിട്ട് ഭഗവാനെ സന്തോഷിപ്പിക്കാനാണ് അഭിലാഷം. അതുകൊണ്ടാണ് തന്നിൽ ഉറച്ച ഭക്തിയുള്ളവന് താൻ സുപ്രാപ്യനാണെന്ന് ഭഗവാൻ അരുളി ചെയ്തത്. അല്ലേ? ഇവിടെ എന്താ പറഞ്ഞ ഭഗവാൻ എന്താ പറഞ്ഞ അവിടെ? എന്താണ്? തസ്യാഹം സുലഭ പാർത്ത,
സുലഭാപാർത്ഥ അല്ലേ? നിത്യയുക്തസ്യ യോഗിന, എന്നെ എപ്പോഴും സ്മരിക്കുന്ന യോഗനിഷ്ഠന് ഞാൻ എപ്പോഴും സുപ്രാപ്യനാണ്. അതായത് വെളിപ്പുറത്തുണ്ടാവുന്ന അർത്ഥം, എപ്പോ വിളിച്ചാലും ഭഗവാൻ കൂടെ ഉണ്ടാവും എന്നർത്ഥം. ഒരു നിമിഷം പോലും ഭഗവാൻ അവരെ വിട്ടുപോകില്ല എന്നർത്ഥം. മനസ്സിലായല്ലേ? എന്താ രസം അല്ലെ? ഉറച്ച ഭക്തിയുള്ളവന് താൻ സുപ്രാപ്യനാണെന്ന് ഭഗവാൻ അരുളിച്ചു. ഭഗവാൻ ഇവിടെ പറയാണ്, ഭഗവാൻ നമുക്ക് സത്യം പറയാണ് അല്ലെ? സത്യമായിട്ട് പറയുക, ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അങ്ങനെ ഒരാളുടെ കൂടെ തന്നെയാണ് എപ്പോഴും കൂടെ ഉണ്ടാവും അല്ലെ? ഒരു ശുദ്ധ ഭക്തൻ കൃഷ്ണനെ ഏതെങ്കിലും വ്യക്തി രൂപങ്ങളിൽ എപ്പോഴും ആരാധിച്ചു പോരും. കൃഷ്ണന് പലവിധം പൂർണ്ണ വിസ്തരണങ്ങളും അവതാരങ്ങളും ഉണ്ട്. ഇപ്പൊ ശ്രീരാമചന്ദ്രനായാലും നരസിംഹനായാലും അല്ലെ, എല്ലാം. നരസിംഹദേവനെ ആരാധിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. ആ ഒരു രൂപമാണ് അവർക്ക് ഇഷ്ടം അല്ലെ? എനിക്കിഷ്ടമാണ് നരസിംഹദേവൻ അല്ലെ? കാരണം അത്രയും കരുണാമയനാണ് നരസിംഹദേവൻ. ഒരു ഭക്തനെ പ്രേം ഭക്തി സേവനത്തോടെ മനസ്സുറപ്പിക്കാൻ ഭഗവാന്റെ ഏത് ദിവ്യ രൂപത്തെയും തിരഞ്ഞെടുക്കാം. മറ്റു വിധം യോഗിചര്യകളിൽ ഏർപ്പെടുന്നവർക്ക് നേരിടാറുള്ള വിഷമ പ്രശ്നങ്ങളൊന്നും അങ്ങനെയുള്ള ഒരു ഭക്തനെ ബാധിക്കാറ് അല്ലേ? അപ്പൊ മറ്റുള്ളവരൊക്കെ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു കാര്യം മതി അവർ എന്തുമാത്രം വേവലാതിപ്പെടും അല്ലേ? നമ്മളൊരു ബസ് കാത്ത് അവിടെ ചെല്ലുമ്പോൾ ബസ് പോയെന്ന് പറഞ്ഞു, അയ്യോ ഇനി എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ടുള്ള പ്രയാസമാണ്, പ്രശ്നങ്ങളാണ് അല്ലേ? അവിടെ കിടന്ന് ആടി പൊടിച്ചോളെ. ഇനി നമ്മൾ എന്ത് ചെയ്യും, ബസ് അങ്ങ് പോയല്ലോ അല്ലേ? ആരും നമ്മളെ കൊന്നുകളയാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് അടുത്ത ബസ്സിൽ പോവാം എന്ന് സമാധാനിക്കണം അല്ലേ? അല്ലെങ്കിൽ നമുക്ക് ഒരു ഓട്ടോ പിടിച്ച് പോവാം അല്ലേ എന്ന് വിചാരിക്കണം. അല്ലെങ്കിൽ ഇന്ന് പോണ്ടെന്ന് വിചാരിക്കണം, തീർന്നില്ലേ? ഉം. അപ്പോ ആ ഒരു സമാധാനം ആർക്ക് വരുള്ളൂ? ഭക്തന് മാത്രമേ വരുള്ളൂ. മറ്റുള്ള എല്ലാവരും കർമ്മികളായിട്ടുള്ള എല്ലാവരും, കർമ്മകാണ്ഡത്തിലൂടെ ജീവിക്കുന്നവരെല്ലാവരും തന്നെ എന്ത് വരും? എന്ത് അവർക്കൊക്കെ എല്ലാത്തിനും പ്രയാസങ്ങൾ ഉണ്ടാവും അല്ലെ? അവർക്ക് ഒരു നിമിഷം പോലും സ്വസ്ഥത ഉണ്ടാവില്ല. അവരിങ്ങനെ എന്തിനെങ്കിലൊക്കെ ആവലാതിപ്പെട്ടുകൊണ്ടേയിരിക്കുന്നവർ. അപ്പോ അങ്ങനെയുള്ള ഒരു ഭക്തനെ ഇതൊന്നും ബാധിക്കാറില്ല, വിഷമ പ്രശ്നങ്ങളൊന്നും ബാധിക്കാറില്ല. അത്യന്തം പവിത്രവും ലളിതവും സുഖകരവും അത്രയും ഭക്തിയോഗം. എന്താ രസമുണ്ട് നോക്കൂ അല്ലെ? അത്യന്തം പവിത്രം, വളരെ ശുദ്ധമാണ്. ലളിതവും അല്ലെ? ആനക്കാ ആനക്കാര്യം വല്ലതാണോ? അല്ല, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സുഖകരവും അല്ലെ? നമുക്ക് ആ ഒരു സുഖാനുഭൂതി ഉണ്ടാവും അല്ലെ? ഭഗവാനെ സേവിക്കുമ്പോൾ, ഭഗവാന്റെ സേവ ചെയ്യുമ്പോൾ അല്ലെ? എന്റെ കയ്യിൽ ഇപ്പോഴും ആ, ആ, ഭഗവാൻ ചാതനുണ്ട്. ഭഗവാനെ ഇന്ന് അഭിഷേകം ചെയ്തിട്ട് വരും അല്ലെ? അത്യന്തം പവിത്രവും ലളിതവും സുഖകരവും അത്രേ ഭക്തിയോഗം. ഹരേ കൃഷ്ണ നാമ മുരുവിട്ടു കൊണ്ട് തന്നെ അത് ആരംഭിക്കാം. ഭഗവാൻ ഏവരിലും ദയാലുവാണ്. എന്നാൽ മുമ്പ് വിവരിച്ചതുപോലെ തന്നെ ഏകാഗ്രതയോടെ സേവിച്ചു പോരുന്നവരിൽ അദ്ദേഹം വിശേഷിച്ചും കനിവ് കാട്ടുന്നു അല്ലെ? ഭഗവാനെ ഏകാഗ്രതയോടെ സേവിക്കണം അല്ലെ? മറ്റൊരു ചിന്തയുമില്ലാതെ ഒരേ മനസ്സോടുകൂടി ഭഗവാന്റെ ആ പ്രേമത്തോടു കൂടി വേണം നമ്മൾ ഭഗവാനെ സേവിക്കാനായിട്ട് അല്ലെ? അപ്പോ എന്താണ്? ഭഗവാനെ ഏകാഗ്രതയോടെ സേവിച്ചു പോരുന്നവരിൽ അദ്ദേഹം വിശേഷിച്ചും കനിവ് കാട്ടുന്നു അല്ലെ? സ്പെഷ്യൽ മേഴ്സി അവരിൽ ഉണ്ടാവും. അവരെ പല വിധത്തിലും സഹായിക്കുകയും ചെയ്യുന്നു. അതിനുള്ള രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അറിയുന്നില്ല ഭഗവാൻ എന്തുമാത്രമാണ് നമ്മൾ സഹായിക്കുന്നത് അല്ലെ? നമുക്കത് കാണാനുള്ള ചക്ഷുഷില്ല, കാണാൻ പറ്റുന്നില്ല, കണ്ണില്ല. പല 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 പ്രാവശ്യവും ഭഗവാൻ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മളത് അറിയുന്നില്ല. ഏഹ് നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? ഇത് എന്റെ മിടുക്കുകൊണ്ട് നേടിയതാണ്, അല്ലെങ്കിൽ എന്റെ അച്ഛനും അമ്മയും മേടിച്ചതെന്നാണ്, അല്ലെങ്കിൽ എന്റെ ഭാര്യ മേടിച്ചതെന്നാണ്, എന്റെ ഭർത്താവ് മേടിച്ചതെന്നാണ് അല്ലെ? ഭർത്താവിന്റെ ചുണ കൊണ്ട് കിട്ടിയത് എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുക. പക്ഷേ പല പ്രാവശ്യവും നമ്മളെ പല അപകടങ്ങളിൽ നിന്നും ഭഗവാൻ രക്ഷിച്ചിട്ടുണ്ട്. നമ്മളത് കണ്ടില്ല അല്ലെ? ഇപ്പൊ അവരെ പല വിധത്തിലും സഹായിക്കുകയും ചെയ്തു. വേദഗ്രന്ഥങ്ങൾ, പ്രത്യേകിച്ച് കഠോപനിഷത്ത് പറയുന്നുണ്ട്, എന്താണ്? യമേ വൈശ്വൃണുദേ തേന ലഭ്യത യശ ആത്മാ നിവൃണുതേതനും സ്വ. സമർപ്പിതനായി ഭക്തിയോടെ ഭഗവത് സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവൻ അവിടുത്തെ അതേപടി അറിയുന്നു. കണ്ടോ? നമ്മള് പലരോടും ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, ഞാന് ഭഗവത്ഗീത ഒരു 25 പ്രാവശ്യമെങ്കിലും വായിച്ചിട്ടുണ്ട് അല്ലെ? എന്നിട്ട് നമ്മൾ ചോദിക്കുകയാണ്, എന്നാ പിന്നെ സർവോത്തമ പുരുഷൻ, ഏറ്റവും ഉത്തമനായിട്ടുള്ള ഭഗവാൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവര് വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പറയും. ഭഗവാൻ കൃഷ്ണൻ എന്ന് പറയുന്നവർക്ക് അറിയില്ല. എന്താ കാര്യം? അവര് ഈ സേവയൊന്നും ചെയ്യുന്നില്ല. ഭഗവത് സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവൻ അവിടുത്തെ അതേപടി അറിയുന്നു എന്നാണ് പറയുന്നത്. ഈ ശ്ലോകം ഇപ്പൊ ഞാൻ വായിച്ച ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോ നമ്മൾ ഇനി എന്തൊക്കെ തലകുത്തി നിന്ന് കഴിഞ്ഞാലും
ഭഗവത് സേവനത്തിൽ ഏർപ്പെട്ടില്ല എങ്കിൽ അല്ലെ നമുക്ക് ഇതൊന്നും ക്ലിയർ ആയിട്ട് മനസ്സിലാവില്ല എന്നർത്ഥം. അല്ലെ, മനസ്സിലാവില്ല. ആ ഭഗവത് സേവനത്തിൽ ഏർപ്പെടുമ്പോഴാണ് നമുക്കിതൊക്കെ വളരെ കാര്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത്രയും ബുദ്ധി തരുന്നത് അപ്പോഴാണ്. അല്ലെ, അത് ഭഗവാന്റെ മേഴ്സി കൊണ്ടാണ് നമുക്ക് ഇതൊക്കെ. ദദാതി ബുദ്ധിയോഗം തം, അല്ലെ, 10ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. അത്തരം ഒരു ഭക്തന് ആധ്യാത്മിക ലോകത്തിൽ ഭഗവാനെ പ്രാപിക്കാൻ കഴിവുണ്ടാവത്തക്കവിധം ബുദ്ധിവൈഭവം നൽകപ്പെടുന്നു എന്നർത്ഥം. അല്ലെ, അപ്പൊ എങ്കിൽ മാത്രമേ ആ സേവയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഭഗവത്ഗീതയും ഭാഗവതവും ഒക്കെ കേട്ടാലും പഠിച്ചാലും മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ അവിടെ ഒരു പുകമറ ഉണ്ടാവും. അല്ലെ, കാര്യം നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ യഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ വളരെ പച്ചയായിട്ട് നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഭഗവാന്റെ സേവ ചെയ്തേ പറ്റുള്ളൂ. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന പലരും വിചാരിക്കും, ഞാൻ എൻ്റെ വീട്ടിൽ ഇരുന്ന് ഞാൻ എന്ത് സേവ ചെയ്യാനാണ്, എനിക്ക് വെളിയിലോട്ടൊന്നും ഇറങ്ങാനുള്ള എന്താണ് സൗകര്യമില്ല, എനിക്ക് അമ്പലത്തിൽ പോയി സർവീസ് ചെയ്യാൻ പറ്റുന്നില്ല, പിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്നാണ്. അല്ലേ, പലരും ഇപ്പൊ ആലോചിച്ചില്ലേ? അല്ലേ, ശ്രദ്ധിച്ചവരൊക്കെ ആലോചിച്ചു. ചില ആൾക്കാർ, ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. എന്നാലും ചെയ്യാത്തവരെന്താ വിചാരിച്ചത്? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ലേ, എനിക്ക് ഒരുപാട് കാര്യം ചെയ്യാൻ പറ്റും. അല്ലേ, അവിടെ ഇരുന്നിട്ട് ഈ മൊബൈലിൽ, എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഉണ്ടല്ലോ. അല്ലേ, മൊബൈൽ എടുത്തിട്ട് നമ്മൾ ബന്ധുക്കളെയോ അല്ലെങ്കിൽ അതിനകത്തുള്ള കോൺടാക്ട്സിൽ ആരെങ്കിലും ഒക്കെ വിളിച്ചിട്ട് ഞാൻ ഇതേക്കോ താരേക്കാഹോ കൃഷ്ണ ഉപദേശ് പറയണം. അല്ലേ, ഏഹ് നമ്മൾ ഇന്ന് ഹരേ കൃഷ്ണ അല്ല എന്താണ് ഒരു സത്സംഗം ഉണ്ടായിരുന്നു, എന്ത് രസമായിരുന്നു അറിയോ. രാവിലെ എണീറ്റ് നമ്മൾ ജപിച്ചു, അത് കഴിഞ്ഞ് നമ്മൾ പാരായണം വായിച്ചു, അല്ലെ, പാരായണം ചെയ്തു, അങ്ങനെ അത് കഴിഞ്ഞൊരു ക്ലാസ് കേട്ടു. ഇങ്ങനെയൊക്കെ നമ്മൾ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർക്ക് ഒരു ചെറിയ ഒരു താല്പര്യം വന്നു കഴിഞ്ഞാൽ 100 പേരോട് പറയുമ്പോഴായിരിക്കും ഒരാളെ നമുക്ക് കിട്ടുന്നത്. ഒരാളായിരിക്കും അതിൽ താല്പര്യമായിട്ട് വരുന്നത്. കാര്യം അദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ 100 പേരൊക്കെ പറഞ്ഞത്. 100 പേരോട് പറഞ്ഞിട്ട് ഒരാളെ വന്നുള്ളൂ എന്നുള്ളത് നമ്മൾ പറയുകയേ ചെയ്തു, വിഷമിക്കുകയേ ചെയ്തു. നമ്മൾ ചെയ്യാനുള്ള കടമ ചെയ്യുക. അല്ലേ, അതാണ് പറയുന്നത്. എന്താണ്? ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല നമ്മൾ ഒരു നിഷ്കാമ കർമ്മമാണ് ചെയ്യേണ്ടത്, നിഷ്കാമ സേവയാണ് ചെയ്യേണ്ടത്. ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ഇയാൾ ഇപ്പൊ നാളെ തൊട്ട് ഭക്തനാവും, അല്ലേ, അത് കഴിഞ്ഞ പിന്നെ എപ്പോഴും എന്നെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടിരിക്കും, ഞാൻ കാരണമാണ് ഇതിൽ വന്നതെന്ന് അവർ പറയും എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ഒരിക്കലും ഒരാളെ എന്താണ് പ്രീച്ച് ചെയ്യാൻ പോകരുത്. അദ്ദേഹത്തിന്റെയും കൂടെ തലയിൽ എഴുതിയിട്ടുണ്ടെങ്കിലേ അദ്ദേഹത്തിന് വരാൻ പറ്റുള്ളൂ. ഭഗവാന്റെ കടാക്ഷം അങ്ങേർക്ക് മാത്രമേ അങ്ങേർക്ക് ഈ ഭക്തിയോഗത്തിലേക്ക് വരാൻ പറ്റുള്ളൂ. അല്ലാതെ ഇനി ചിലപ്പോ ചില ആൾക്കാരൊക്കെ ഇനിയും എത്രയോ കോടി ജന്മങ്ങൾ എടുത്തിട്ടായിരിക്കും നമ്മൾ കൃഷ്ണാബോധത്തിലേക്ക് വരിക. നമുക്ക് അതിനുള്ള ഭാഗ്യം ഈ ജന്മത്തിൽ നമുക്ക് കിട്ടി. അല്ലെ, അതെന്തുകൊണ്ടാണ്? നമ്മൾ ചെയ്ത പൂർവ്വ ഗുണങ്ങൾ അല്ലെങ്കിൽ പുണ്യങ്ങളുടെ ഫലമായിട്ടാണ് നമുക്കിപ്പോൾ അങ്ങനെ ഒരു അവസരം കിട്ടുന്നത്. അല്ലെ, ആദികർത്ത പ്രഭുവിനെ പോലെയും നമ്മൾ ഗോവിന്ദരാജ് പ്രഭുവിനെ പോലെയുള്ള ആൾക്കാരെയൊക്കെ ഫ്രണ്ട് നമ്മൾ പോയി പെട്ടത് അതുകൊണ്ടാണ്. ഭഗവാൻ നമ്മളെ അവർ ഫ്രണ്ടിൽ കൊണ്ടാക്കി തരും, ഇങ്ങനെ കൊണ്ട് പിടിച്ച് അവിടെ നിർത്തും. അല്ലേ, അപ്പൊ അവരെന്തെങ്കിലുമൊക്കെ പറയും, നമ്മൾ അതിൽ നിന്നായിരിക്കും നമ്മൾ ഇതിലോട്ട് വരാൻ പറ്റും. അതിനുള്ള വഴി ഭഗവാൻ കാണിച്ചു തരും. അല്ലേ, പക്ഷേ നമ്മുടെ ഉള്ളിൽ ശുദ്ധമല്ല, നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു താല്പര്യം ഇല്ല എങ്കിൽ നമുക്ക് ഇതിലേക്ക് ഒരിക്കലും വരാൻ പറ്റില്ല. ഭഗവാന്റെ ആ മേഴ്സി ഇല്ലെങ്കിൽ നമുക്ക് ഈ കൃഷ്ണാബോധത്തിലേക്ക് ഒരിക്കലും വരാം. ഭക്തനാവാൻ പറ്റും, പക്ഷെ കൃഷ്ണാബോധത്തിലേക്ക് ഒരിക്കലും വരാൻ പറ്റില്ല. കൃഷ്ണാബോധത്തിലേക്ക് വരണമെങ്കിൽ ഭഗവാന്റെ സ്പെഷ്യൽ മേഴ്സി ഉണ്ടാവണം. ആ സ്പെഷ്യൽ മേഴ്സി ഉള്ളവരാണ് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത്, ഇതൊക്കെ കേൾക്കാനായിട്ടിരിക്കുന്നവർ. എത്രയോ ഭാഗ്യം ചെയ്തവരാണ് നമുക്കറിയില്ല നമ്മൾ എന്തുമാത്രം ഭാഗ്യം ചെയ്തവരാണ്. അല്ലെ, നമ്മള് ഇപ്പൊ ഇവിടെ എന്താണ് വൈരങ്ങളൊക്കെ വിൽക്കുന്ന കടയിലാണ് ഇരിക്കുന്നത്. ഇവിടെ അത്രയും വിലപിടിപ്പുള്ള വൈരങ്ങളാണ്, അതാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിന്റെ എന്താണ് സ്വർണ്ണമൊന്നുമല്ല, സ്വർണത്തിനൊക്കെ ഇപ്പൊ ഭയങ്കര വിലയാണ്. പക്ഷെ അതിനേക്കാളും കൂടുതലാണ് വൈഡൂര്യങ്ങൾ, അല്ലെ, രത്നങ്ങൾ. ആ രത്നങ്ങൾ ആണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിന്റെ വില നമുക്കറിയില്ല. അതിന്റെ വില ഒന്നും അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ഇത് അത്ര എളുപ്പം കിട്ടുന്ന കാര്യങ്ങളല്ല. ഈ കൃഷ്ണാബോധം എന്ന് പറയുന്നത് എല്ലാവർക്കും വിധിച്ചിട്ടുള്ളതല്ല. ഇവിടെ എത്രയോ ആൾക്കാരുണ്ട്, കോടിക്കണക്കിന് ആൾക്കാരില്ലേ, അതിൽ എത്ര പേരെ കൃഷ്ണാബോധത്തിലേക്ക് വരാം? അതെന്തുകൊണ്ടാണ് വരാത്തത്? അവർക്ക് അവർക്ക് മേഴ്സി കിട്ടിയിട്ടില്ല, ഭഗവാന്റെ മേഴ്സി കിട്ടിയിട്ടില്ല. പിന്നെ അവരത്രയും പുണ്യം ചെയ്തിട്ടില്ല. നമ്മൾ ചില ആൾക്കാരെയൊക്കെ വിളിച്ചാൽ നമുക്ക് ഭയങ്കര താല്പര്യം കാണുമല്ലേ അവരും കൂടെ വരണം, പ്രത്യേകിച്ച് നമ്മുടെ ബന്ധുക്കൾ. അല്ലെ, നമ്മുടെ അച്ഛനോ അമ്മയോ ഭർത്താവോ ഭാര്യയോ സഹോദരിയോ സഹോദരങ്ങളോ മക്കളോ അവരെയൊക്കെ നമുക്ക് കൊണ്ടുവരുന്നത് വലിയ താല്പര്യമുണ്ട്. കാരണം അവർക്ക് കൂടി രക്ഷപ്പെട്ടിട്ട് എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള താല്പര്യം കൊണ്ടാണ്. നമുക്ക് അവരോട് അത്രയ്ക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് നമ്മളങ്ങനെ വിളിച്ചു ചോദിക്കുന്നത്. പക്ഷെ അവർ നമ്മളോട് ശരി ജപിക്കാം എന്നൊക്കെ പറയുമെങ്കിലും അവർ ജപിക്കത്തില്ല. നമ്മൾ പിന്നെ കാണുമ്പോൾ പിന്നെ ഞാൻ ജപിക്കാറൊക്കെ ഉണ്ട്, പിന്നെ നീ അന്ന് പറഞ്ഞ ശേഷം ഞാൻ പിന്നെ എല്ലാ ദിവസവും ജപിക്കും എന്നൊക്കെ പറയും. പക്ഷെ ആ മാലയെ പോയി നോക്കി അറിയാൻ പറ്റും, അതിൽ പൊടിയടിച്ചിരിക്കും. കാരണം നമ്മൾ ദിവസം മാല തൊടുകയാണെങ്കിൽ പൊടിയൊന്നും അടിക്കത്തില്ല. ആ മാലയിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് പൊടിയായിട്ടിരിക്കും, ചിലപ്പോൾ പാറ്റയെ കാണും.
അല്ലേ? കാരണം ഈ എടുക്കാതിരിക്കുന്ന സ്ഥലത്തൊക്കെയാണ് ഈ പാറ്റകളെ കയറിപ്പോൾ. അല്ലേ? ആസ് ഇറ്റ് ഈസ് അവിടെ വച്ചിട്ടുണ്ട് മാല. അല്ലേ? അപ്പോ ചിലരെ വലിയ ബുദ്ധിമുട്ടാണ്, അവർ എത്ര വിളിച്ചാലും അവർ വരത്തില്ല. നമുക്ക് പ്രയാസം കാണും, പക്ഷെ കഷ്ടം, അവരും കൂടെ വന്നിരുന്നെങ്കിൽ അവരുടെ അസുഖങ്ങളും ഇപ്പോഴത്തെ ആ മനോവിഷമങ്ങളൊക്കെ മാറി കിട്ടിയേനെ എന്നും പറഞ്ഞിട്ടാണ് നമ്മൾ പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. വളരെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. കാരണം നമുക്ക് അത്രയ്ക്കും താല്പര്യമുണ്ട് അവർ വരണമെന്ന്. പക്ഷെ അവർക്കും കൂടെ തോന്നണ്ടേ, അവർക്കും കൂടെ വിധിക്കണ്ടേ, ഭഗവാനും കൂടെ വിചാരിക്കണ്ടേ? അല്ലേ? പിന്നെ അവർ അത്രയും പുണ്യം ചെയ്തിട്ടുണ്ടാവണമല്ലോ. ഇതൊന്നും ഇല്ലെങ്കിൽ ഇപ്പൊ എങ്ങനെ വരാൻ പറ്റും? കൃഷ്ണബോധം ഈസ് നോട്ട് പെർമിറ്റഡ് ഫോർ ദം. അല്ലേ? അവർക്കത് പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ ഇതാണ് കാലദേശഭേദം കൂടാതെയും വ്യതിചലിക്കാതെയും എല്ലായ്പ്പോഴും കൃഷ്ണനെ പറ്റി ചിന്തിക്കണം എന്നതാണ് ശുദ്ധഭക്തന്റെ സവിശേഷ ഗുണം. എന്താ ഈ കാലദേശഭേദം എന്ന് പറയുന്നത്? കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെയാണോ വൈകിട്ടാണോ രാത്രിയാണോ നോക്കേണ്ട ആവശ്യമില്ല. എപ്പോഴും നമ്മൾ സദാഹരിയായിട്ടിരിക്കണം. അല്ലേ? ഇപ്പൊ നമ്മൾ ഇവിടുന്ന് നമ്മൾ അമേരിക്ക പോയാലും സിംഗപ്പൂർ പോയാലും അല്ലേ, ദോഹയ്ക്ക് പോയാലും ദുബായിക്ക് പോയാലും എവിടെ പോയി കഴിഞ്ഞാലും നമ്മൾ ഭഗവാനെ കുറിച്ച് മറക്കാൻ പാടില്ല. അപ്പൊ കാലദേശഭേദം കൂടാതെ, അല്ലേ, തണുപ്പാണ്, അല്ലെ, ചൂടാണ് എന്ന് വിചാരിക്കാതെ, ഇന്നിപ്പോ രാവിലെ ഭയങ്കര തണുപ്പാണ്, കുറച്ചും കൂടി കിടക്കാം, കുളിക്കാനൊന്നും വയ്യ, ഓ ഈ സത്സംഗത്തിലൊന്നും പോകാൻ വയ്യ എന്ന് വിചാരിക്കാതെ, അല്ലേ, ഒരു വ്യതിചലനവും ഇല്ലാതെ എല്ലായ്പ്പോഴും ഭഗവാൻ കൃഷ്ണനെ പറ്റി ചിന്തിക്കണം എന്നതാണ് ശുദ്ധഭക്തന്റെ സവിശേഷ ഗുണം. ഇതിന് യാതൊരു വിഘ്നവും ഉണ്ടായിക്കൂടാ. എവിടെ വെച്ചും ഏത് സമയത്തും ഭഗവാനെ സേവിക്കാം. ഭക്തൻ വൃന്ദാവനത്തിലോ ഭഗവത് സമ്പർക്കം ഉണ്ടായിട്ടുള്ള മറ്റു സ്ഥലങ്ങളിലോ താമസിക്കണമെന്ന് പറയുന്നവരുണ്ട്. അല്ലെ? എന്നാൽ ഒരു പരിശുദ്ധ ഭക്തന് എവിടെ ജീവിച്ചാലും തന്റെ ഭക്തിപൂർവമായ സേവനം കൊണ്ട് ആ സ്ഥലത്ത് വൃന്ദാവനത്തിലെ അന്തരീക്ഷം ഉണ്ടാകും. അല്ലെ? ഭഗവാന്റെ ഭക്തൻ എവിടെയുണ്ടോ, അത് അവിടെയെല്ലാം വൃന്ദാവനം. ഭഗവാന്റെ നാമം എവിടെ പറയുന്നു അവിടെയെല്ലാം വൃന്ദാവനം. അല്ലെ? ചില ആൾക്കാര്, ഈ പണ്ടൊക്കെയുള്ള ആൾക്കാർ, ഒരു പണ്ടുള്ള സന്യാസിമാരൊക്കെ ഒരുപാട്, നമ്മൾ ഇസ്കോൺ സന്യാസിമാരെ തന്നെ പിടിച്ച് ജയിലിലേക്ക് അടച്ചിട്ടുണ്ട്. അല്ലെ? അവരെഴുതുന്ന മാലയൊക്കെ വാങ്ങിച്ച് ദൂരെ എറിഞ്ഞ് അവർ എന്താണ് മതമാറ്റം ശ്രമിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് പല രാജ്യങ്ങളിൽ നിന്നും പല ഇസ്കോൺ ഡിവോട്ടീസിനെ, ആചാര്യന്മാരെ, വളരെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ, സന്യാസിമാരെയൊക്കെ പിടിച്ചോണ്ട് പോയിട്ടുണ്ട്. ജയിലിൽ അടച്ചിട്ടുണ്ട്. അത്രയും നികൃഷ്ടമായിട്ടുള്ള രാജ്യമാണ്. അല്ലെ? ചിലപ്പോൾ മുസ്ലിം രാജ്യമായിരിക്കും, ചിലപ്പോൾ ക്രിസ്ത്യൻ രാജ്യമായിരിക്കും. ക്രിസ്ത്യാനികൾ വലിയ കുഴപ്പമില്ല, പക്ഷെ മുസ്ലിങ്ങൾ വളരെ ബുദ്ധിമുട്ടാണ്. സോറി, ഇങ്ങനെ പറയാൻ പാടില്ല, എന്നാലും പറയാം. അല്ലേ? അവർക്കൊട്ടും സഹിക്കില്ല സനാതന ധർമ്മം ഇങ്ങനെ വളർന്നു വരികയാണ്. അല്ലേ? ഒരു അടിസ്ഥാനം ഇല്ലാത്ത ഒരു സാധനമാണ് അവര്. അത് അപ്പൊ അത് അവരുടെ കുറ്റം പറഞ്ഞിട്ട് കഥയില്ല. അവരുടെ കഷ്ടകാലം കൊണ്ടോ അവരുടെ പൂർവ്വജന്മ പാപങ്ങൾ കൊണ്ടോ ആണ് അവർ അതിലേക്ക് ആ ഒരു ഇതില് മതത്തിൽ വന്ന് ജനിക്കുന്നത്. അല്ലെ? അത്രയും മ്ലേച്ഛമായിട്ടുള്ള, ഭാഗവത്തിൽ പറയുന്ന അത്രയും മ്ലേച്ഛമായിട്ടുള്ള എന്താണ് ഒരു ഒരു മതമാണ്. അപ്പോ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി എന്താണ് നമ്മൾ പ്രചരിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെയുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല. അല്ലേ? അപ്പൊ ഇവര് നമ്മൾ പിടിച്ച് എന്താണ് ജയിലടയ്ക്കും. അപ്പൊ അങ്ങനെയുള്ള സന്യാസിമാരൊക്കെ എന്താ ചെയ്തെന്നറിയോ? മാലയില്ല, മാല ജപിക്കണം, എന്ത് ചെയ്യും? അപ്പൊ അവരെന്താ ചെയ്തെന്ന് വെച്ചാല്, കൊടുക്കുന്ന റൊട്ടി ഉണ്ടല്ലോ, അത് നനച്ചിട്ട് ഇങ്ങനെ ഉരുട്ടി 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 അത് അവിടെ ഇങ്ങനെ വെച്ചേക്കും. അല്ലേ? അപ്പൊ 108 അതുപോലെ അല്ല, ഉരുട്ടി ഉരുട്ടി 108 മുത്താക്കും. ഇത് കൊരുക്കാനുള്ള നൂല് അവിടെ കിട്ടും. ഇല്ലേ? അതെന്ത് ചെയ്യും? അപ്പൊ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ രാമ നാമ രാമ ഹരേ ഹരേ, ഒരു മുത്തും കൊണ്ട് മാറ്റി വെക്കും, ഒരു മുത്തും കൊണ്ട് മാറ്റി വെക്കും. അങ്ങനെയാണ് അവർ ജപിച്ചിരുന്നത്. അപ്പോ അതാണ് സ്ഥലകാല ഭേദമന്യേ. എവിടെ കൊണ്ടിട്ടാലും, അല്ലെ, ജയിലിലാണെങ്കിലും അവരെന്ത് ചെയ്യും? ഭഗവാന്റെ സേവ ചെയ്യും, ഭഗവാന്റെ സ്മരിക്കും, ഭഗവാന്റെ ജപം ചെയ്യും. അല്ലെ? അപ്പൊ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത്രയൊക്കെ ഞാൻ കഷ്ടപ്പെട്ടിട്ട് എന്നെ പിടിച്ച് ജയിലിലിട്ടല്ലോ, ഇനി ഞാൻ ജപിക്കത്തേയില്ല, ആഹാ കൃഷ്ണ എന്തോന്ന്, കൃഷ്ണൻ ഇല്ലേ എന്നൊക്കെ പറയരുത്. നമ്മളൊക്കെ അങ്ങനെ എടുത്താലും കാര്യം, നമ്മൾ എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് കണ്ടുപിടിക്കാൻ നോക്കി നടക്കുന്നവര്. അല്ലേ? അങ്ങനെ ചെയ്യാനേ പാടില്ല. ഏത് പ്രശ്നം വന്നാലും, എന്ത് പ്രശ്നം വന്നാലും, എന്ത് സാഹചര്യം വന്നാലും, എന്തൊക്കെ ദുർഘടങ്ങൾ വന്നാലും നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനെ മുറുക്കി പിടിക്കും, ഭഗവാനെ വിടത്തില്ല. മനസ്സിലായില്ലേ? അപ്പൊ എവിടെയാണോ നമ്മൾ ഭഗവാന്റെ നാമം പറയുന്നത് അവിടെയെല്ലാം എന്താണ്? വൃന്ദാവനമാണ്. അപ്പൊ ഈ ജയിലിൽ അറയും വൃന്ദാവനമായി മാറും. അല്ലെ? അദ്വൈതാചാര്യർ ശ്രീ ചൈതന്യ മഹാപ്രഭുവിനോട് പറയുന്നു, ഭഗവാനെ അങ്ങ് എവിടെയുണ്ടോ അവൾ വൃന്ദാവനമാണ്. അല്ലെ? ചൈതന്യ മഹാപ്രഭു എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. അദ്ദേഹം എവിടെ ഉണ്ടെങ്കിലും അത് എന്താണ്? വൃന്ദാവനം. അപ്പൊ ഇവിടെ സതതം യോ മാം സ്മരതി നിത്യശ, അല്ലെ, സതതം, നിത്യശ എന്നീ വാക്കുകൾ സൂചിപ്പിക്കുന്നത് പോലെ എല്ലായ്പ്പോഴും എന്നും മുടങ്ങാതെ ഒരു ഭക്തൻ കൃഷ്ണനെ സ്മരിക്കുകയും സതതം, നിത്യശ, അല്ലെ, ധ്യാനിക്കുകയും ചെയ്യണം. ആർക്ക് ഭഗവാൻ സുപ്രാപ്യനാകുന്നുവോ ആ ശുദ്ധഭക്തന്റെ സവിശേഷ ഗുണമാണിത്. അല്ലെ? മറ്റൊന്നിനേക്കാളും ശ്രേഷ്ഠമായതാണ് എന്ത്? ഭഗവാന്റെ നാമം.
ഭഗവത്ഗീത ഭക്തിയോഗത്തെ കാണുന്നത്, നിർദ്ദേശിക്കുന്നത്. ആരാധനാ പദ്ധതി അനുസരിച്ച് ഭക്തിയോഗികൾ 5 വിധമുണ്ട് അല്ലെ? ശാന്തഭക്തൻ, നിഷ്പക്ഷഭാവേന ഭക്തിപരമായ സേവനത്തിൽ ഏർപ്പെടുന്നു. പിന്നെ ദാസ്യഭക്തൻ അല്ലെ? ദാസ്യം, സഖ്യം കേട്ടിട്ടില്ലേ? ദാസ്യഭക്തൻ, ദാസനെ പോലെ സേവിക്കുന്നവൻ. പിന്നെ സഖ്യഭക്തൻ അല്ലെ? സുഹൃത്തിനെ പോലെ, സഖ്യം സുഹൃത്തിനെ പോലെ അല്ലെ? ഭഗവാനെ, കൃഷ്ണനെ സേവിക്കുന്നവർ അല്ലെ? വാത്സല്യഭക്തൻ, മാതാപിതാക്കളെ പോലെ സ്നേഹിക്കുന്നവർ. മാധുര്യഭക്തൻ, കൃഷ്ണനെ അല്ലെ സ്വയം പ്രേമഭാചനത്തെ പോലെ സേവിക്കുന്നവർ. മാധുര്യഭക്തൻ, പ്രേമം പോലെ, പ്രേമിക്കുന്നത് പോലെ. ഏത് വിധത്തിലായാലും ശുദ്ധഭക്തൻ പ്രേമപൂർവ്വം ദിവ്യമായ ഭഗവത് സേവനത്തിൽ നിരന്തരം ഏർപ്പെട്ടുകൊണ്ടിരിക്കും. ഒരിക്കലും കൃഷ്ണനെ വിസ്മരിക്കുവാൻ കഴിയില്ല. നിമിഷ നേരത്തേക്ക് പോലും ശുദ്ധഭക്തന് കൃഷ്ണനെ മറക്കാൻ സാധ്യമല്ല. അങ്ങനെയുള്ളവർക്ക് ഭഗവാൻ സുപ്രാപ്യനാണ്. അതിനാൽ ഭഗവാനും സ്വഭക്തനെ ക്ഷണനേരം പോലും മറക്കാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് ഭക്തന്റെ കൂടെ എപ്പോഴും ആര് നിൽക്കുന്നത്? ഭഗവാൻ നിൽക്കുന്നത് അല്ലെ? ഭഗവാൻ ഒരിക്കലും കൃഷ്ണനെ വിട്ട്, അല്ല, ഭഗവാൻ ഒരിക്കലും ഭക്തനെ വിട്ടിട്ട് പോകാൻ പറ്റില്ല. താല്പര്യമില്ല, അവിടെ തന്നെ നിൽക്കാനാണ് താല്പര്യം അല്ലേ? ഇപ്പോ ചൈതന്യ മഹാപ്രഭു, ഞാൻ വൃന്ദാവനത്തിലേക്ക്, അല്ലെങ്കിൽ പുരിയിലേക്ക് വൃന്ദാവനത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോ എന്താണ്, അവിടെയുള്ളവരെല്ലാവരും എതിർത്തു. പക്ഷെ ഭഗവാനും അതായിരുന്നു ഇഷ്ടം. ഉണ്ട്, ഇവിടെ നിൽക്കുക, ഇവരെ വിട്ടിട്ട് പോകാൻ വയ്യ, ഈ ഭക്തന്മാരെയൊക്കെ വിട്ടിട്ട് പോകാനുള്ള താല്പര്യമില്ല, മനസ്സിലുണ്ടായിരുന്നു, പക്ഷെ അത് പറഞ്ഞില്ല അല്ലേ? എന്നിട്ടോ ഇവരെന്ത് ചെയ്തു? നമ്മുടെ നിത്യാനന്ദ പ്രഭു എന്ത് ചെയ്തു? അവിടെയുള്ള ആൾക്കാരത്തൊക്കെ പറഞ്ഞു കൊടുത്തു. ഭഗവാൻ വന്ന് വഴി ചോദിക്കും അല്ലെ? ചൈതന്യ മഹാപ്രഭു വന്ന് വഴി ചോദിക്കുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് ഗംഗയിലോട്ട് പറഞ്ഞു വിടണം. ഇങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞു വിടും. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വൃന്ദാവനത്തിലെത്തും. അങ്ങോട്ട് പോരും, അങ്ങോട്ട് പറയരുത്, ഇങ്ങനെ കൈ ചൂണ്ടി കൊടുക്കണം. അങ്ങനെ ചോദിച്ചവരൊക്കെ ഇങ്ങനെ കൈ ചൂണ്ടി അവസാനം ഭഗവാൻ എവിടെ എത്തി? ഗംഗയിലെത്തി. അപ്പൊ മനസ്സിലായി ഇത് ആരുടെ പരിപാടിയാണ് അല്ലേ? പക്ഷെ എന്നാലും ഭഗവാന്റെ ഉള്ളില് ഒരു താല്പര്യം ഉണ്ടായിരുന്നു, ഇവർ വിട്ടു പോണ്ട. മനസ്സിലല്ലേ? അപ്പൊ അതാണ് ഭഗവാന്റെ താല്പര്യം. അതാണ് ഭഗവാൻ എപ്പോഴും ഭക്തന്മാരുടെ കൂടെ നിൽക്കാനാണ് താല്പര്യം അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സദാ ഹരിയായിട്ടിരിക്കണം. നമ്മൾ സദാ ഹരിയായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഭഗവാൻ എന്ത് സന്തോഷമായിരിക്കും അല്ലേ? ഭഗവാൻ വിചാരിക്കും, ഓ, എന്റെ കുഞ്ഞുങ്ങൾ എന്നെ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കണം അല്ലേ? അതാണ് അദ്ദേഹത്തിന് ഇഷ്ടം. ഭഗവാൻ ഇഷ്ടം അതാണ്. എന്താണ്? എല്ലാവരും, നമ്മളെല്ലാവരും തന്നെ ഭഗവാനെ എപ്പോഴും ഇങ്ങനെ സ്മരിച്ചുകൊണ്ടിരിക്കണം അല്ലേ? ഭഗവാന് അത് താല്പര്യമുണ്ട്. ഭഗവാൻ നമ്മളിപ്പോ കൃഷ്ണബലരാമ അമ്പലത്തിൽ വരും അല്ലെ രാവിലെ, അല്ലെങ്കിൽ എന്താ രസമെന്നറിയോ കാണാനായിട്ട്. ഇനിയിപ്പോ എന്താ വരുന്നുണ്ട്? ബ്രഹ്മോത്സവം വരുന്നുണ്ട്. എല്ലാവരും റെഡി ആയിരുന്നുള്ളൂ. തീർച്ചയായിട്ടും എല്ലാവരും വരണം. ആ ഒരു എന്താണ് ഭഗവാന്റെ ആ മേഴ്സി നമുക്ക് അനുഭവിക്കാൻ, അല്ലെങ്കിൽ എന്താ പറയാ, അതിന്റെ അത് ആസ്വദിക്കാനായിട്ട് നമ്മൾ തീർച്ചയായിട്ടും എത്തണം അവിടെ അല്ലെ? ഇന്നത്തെ ക്ലാസ്സിന് ഒരു പ്രത്യേകതയുണ്ട്. 2 പ്രത്യേകതയുണ്ട്. എന്താണെന്നൊക്കെ അറിയോ? ഇന്ന് ഏകാദശിയാണ്, സ്വർഗവാതിൽ ഏകാദശിയാണ്. ഒന്ന്. നമ്പർ 2, ഇന്നാണ് അല്ലെ നമ്മുടെ ഈ വർഷത്തെ ഏറ്റവും അവസാനത്തെ രാവിലത്തെ ക്ലാസ് അല്ലെ? അങ്ങനെ 2 പ്രത്യേകതയുണ്ട്. ഇന്നാണ് 31st അല്ലേ? ലാസ്റ്റ് ഡേ ഇൻ ദ ഇയർ ഓഫ് 2025. 2025 ഇന്ന് തീരുകയാണ്. അപ്പൊ അതില് തീരുന്ന ദിവസം തന്നെ നമുക്ക് വളരെ ഭംഗിയായിട്ട് അല്ലെ, ഭഗവാൻ ഇങ്ങനെ കുറിച്ച് ഓർത്തുകൊണ്ട് നമുക്ക് സദാ ഹരിയായിട്ടിരിക്കാൻ പറ്റണേ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പൊ എന്ത് വേണം നമ്മള്? അതിനാൽ ഭഗവാനും സ്വഭക്തനെ ക്ഷണനേരം പോലും മറക്കാൻ കഴിയുന്നില്ല. ഇതത്രേ കൃഷ്ണാപൂരത്തോടെ അനുഷ്ഠിക്കപ്പെടുന്ന ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മഹാമന്ത്രോച്ചാരണത്തിന്റെ ശ്രേഷ്ഠത അല്ലെ? ഇതെവിടെ കിട്ടും? ഇങ്ങനെ ഒരു ഭഗവാൻ നമുക്ക് എവിടെ കിട്ടും? വേറെ ഒരിടത്തും കിട്ടത്തില്ല. നിങ്ങൾ എവിടെ പോയി നോക്കിക്കഴിഞ്ഞാലും ഇത്രയും മേഴ്സിഫുൾ ആയിട്ടുള്ള ഒരു ഭഗവാൻ നമുക്ക് ഒരിക്കലും കിട്ടാൻ പറ്റില്ല. ഇത്രയും മേഴ്സിഫുൾ ആണ്. അതാണ് ഭഗവാൻ കൃഷ്ണ, ശ്രീകൃഷ്ണൻ അല്ലെ? നമ്മള് എന്താണ് സാങ്കേത്യം, എന്താ പറയാ, സാങ്കേത്യം, എന്തോ ഒരു ശ്ലോകം ഉണ്ട്, ഞാൻ മറന്നുപോയി. എന്തോ ആയിക്കോട്ടെ. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ സാങ്കേത്യം പാരിഹാസ്യം എന്ന് പറയുന്നത്. പരിഹസിച്ചുകൊണ്ട് നമ്മൾ ഭഗവാനെ കൃഷ്ണ എന്ന് വിളിച്ചാലും, കൃഷ്ണനാ ഏത് കൃഷ്ണൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഭഗവാൻ അത് എന്നെ വിളിച്ചാണെന്ന് പറഞ്ഞിട്ട് ആ ക്രെഡിറ്റ് മുഴുവൻ നമുക്ക് തന്നിട്ട് നമ്മുടെ കൂടെ ഓടി വരും. അതാണ് ഭഗവാൻ. എങ്ങനെയെങ്കിലും അവൻ എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഭഗവാൻ നിൽക്കുന്നത് അല്ലേ? ഇത്രയും മെർസിഫുൾ ആണ്. നമ്മൾ വേറെ ആരോ വിളിച്ചതാണ് അല്ലെ? നമ്മൾ ഒരുപാട് കഥകൾ നമ്മുടെ ഫ്രണ്ടിലുണ്ട് അല്ലെ? നമ്മൾ ദുഷ്ടന്മാരായിട്ടുള്ള ആൾക്കാർ നാരായണ എന്ന് അവസാനം വിളിച്ചപ്പോ ഭഗവാൻ ഓടി വന്നു. ഭഗവാന്റെ എന്താണ് ശിഷ്യന്മാരെ വിട്ടു അല്ലെ? വിഷ്ണുദൂതന്മാരെ വിട്ടു അവരെ എടുത്തുകൊണ്ട് വരാനാണ്.
അല്ലേ? കാര്യം എന്താണ്? അവർക്കറിയാം, അല്ല ഇത് ഭഗവാനെ വിളിച്ചതല്ല, ഇത് വേറെ കുഞ്ഞുമോനെ വിളിച്ചാണ്. എന്നാലും ഭഗവാൻ വിട്ടതല്ലേ, നമുക്ക് ഓടിപ്പോയി എടുത്തിട്ട് വരാന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ്, അത്രയും മേഴ്സിഫുൾ ആണ് ഭഗവാൻ. അപ്പൊ അങ്ങനെ വിളിച്ചാൽ പോലും ഭഗവാൻ കേൾക്കുമെങ്കിൽ ഹരേ കൃഷ്ണ എന്ന് നമ്മൾ വളരെ എന്താണ് താല്പര്യമായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ എന്ത് രീതിയിലായിരിക്കും നമ്മളെ എടുക്കുക, അല്ലെ? നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. പഠിക്കുന്ന കുട്ടികളോട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, അല്ലെ, നിങ്ങൾ എപ്പോഴും ഹരേകൃഷ്ണ മഹാമന്ത്രം പറഞ്ഞുകൊണ്ടിരിക്കണം. ഈ പരീക്ഷയൊക്കെ എഴുതുമ്പോഴത്തേന്, അല്ലെ, ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോഴത്തേന്, എനിക്ക് ഞാൻ ഇന്നലെ കൂടെ പഠിച്ചതാ, പക്ഷെ അയ്യോ അതിന്റെ ആദ്യത്തെ വരി എന്താണ് ഒരു ഓർമ്മയില്ല, കിട്ടുന്നില്ല. ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണം. ആദ്യത്തെ വരി ഒരെണ്ണം കിട്ടിയാൽ മതി, അല്ലേ? നേരെ വെച്ച് നമ്മൾ ഹരേകൃഷ്ണ മഹാമന്ത്രം പറയുന്ന ആളാണെങ്കിൽ ഭഗവാൻ ഭഗവാൻ വിടത്തില്ലല്ലോ, തൊട്ടടുത്ത് തന്നെ ഉണ്ടാവും, അല്ലെ? തൊട്ടടുത്തിരുന്നിട്ട് പറഞ്ഞു തരും. നമ്മളെ അത് തന്നെ ഉടനെ ആ ഫുൾ എഴുതാൻ പറ്റും, ഫുൾ മാർക്കും കിട്ടും. അതാണ് ഞാൻ കുഞ്ഞുങ്ങളോട് പറയുന്നത്, അല്ലെ? എപ്പോഴും നിങ്ങൾ ഹരേകൃഷ്ണ മഹാമന്ത്രം പറയും, ഭഗവാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും, അല്ലെ? ഇങ്ങനെയൊക്കെയുള്ള അവസരത്തില് ഭഗവാൻ തൊട്ടടുത്തിരുന്നിട്ട് ഇങ്ങനെ തട്ടി തട്ടി പറഞ്ഞു തരും. ഇങ്ങനെയല്ലേ? അത് ആദ്യം ബാക്കി കിട്ടി, അല്ലെ? മറവി തരുന്നതും, അല്ലെ, ഓർമ്മ തരുന്നതും ആരാണ്? ഭഗവാൻ തന്നെയാണ്. നമുക്ക് വേണ്ടത് ഓർമ്മയാണ്. ഉം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? വേറെ ഒന്നും ചെയ്യണ്ട. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, സദാ ഹരേട്ടിരിക്കും, അല്ലെ? എന്ന മഹാമന്ത്രോച്ചാരണത്തിന്റെ ശ്രേഷ്ഠതയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോ ഒരു പ്രാവശ്യം ഹരികൃഷ്ണ മഹാമന്ത്രം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് ഒരിക്കലും നഷ്ടപ്പെടില്ല, അല്ലെ? അത് ഉള്ള കാലം നമ്മൾ എത്രയും ഈ ജന്മം എടുത്തു കഴിഞ്ഞാലും അപ്പോഴൊക്കെ ഈ ക്രെഡിറ്റ് നമ്മുടെ കൂടെ ഉണ്ടാവും, അല്ലെ? അപ്പോൾ എത്രയും പെട്ടെന്ന് വൈകുണ്ഠ ബാങ്കിലേക്ക് അക്കൗണ്ട് തുടങ്ങാൻ ശ്രമിക്കാം. ഹരേ കൃഷ്ണ. ഞാനിവിടെ നിർത്തുകയാണ്. അല്പം ലേറ്റ് ആയി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജയ് ശ്രീ അനന്ത പത്മനാഭ സ്വാമിക്ക് ജയ്. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. നമുക്ക് എന്താ പുതുവത്സര ആശംസ ദേവകി മാതാജി എന്റെ അടുത്ത് ഇന്നലെ വിളിച്ചു പറഞ്ഞു. പ്രഭുവിനെ കിട്ടിയെന്ന് പറഞ്ഞപ്പോ സന്തോഷമായി. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയമുണ്ട്? ഇനിയിപ്പോ സമയമില്ല, നമ്മുടെ ടൈം കഴിഞ്ഞിരിക്കുവാണ്. ഹരേ കൃഷ്ണ പ്രഭുജി. നാളെ വ്യാഴാഴ്ചയാണ്. പ്രഭു തന്നെയാണ് പുതുവത്സരം തുടങ്ങേണ്ടത്. ഹരേ കൃഷ്ണ. ഓക്കെ. ഹരേ കൃഷ്ണ. അപ്പോ ഇന്ന് ഹരേ കൃഷ്ണ എല്ലാവർക്കും പ്രഭുജിയോട് ആദരവപൂർവ്വം 2 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ രാമ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ രാമ ഹരേ. എല്ലാവർക്കും കൃഷ്ണാവബോധത്തോടുള്ള സന്തോഷം നിറഞ്ഞ പുതുവത്സര ആശംസകൾ. ഹരേ കൃഷ്ണ. നല്ലൊരു ഏകാദശി പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഇന്ന് വൈകുന്നേരം കാണാം. ഹരേ കൃഷ്ണ പ്രഭുജി. പഞ്ചകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ പതിതാനാഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമ. അനേകോടി വൈഷ്ണവൃന്ദയ്ക്ക് ഹരിനാമ സങ്കീർത്തനയ്ക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രയ്ക്ക് ശില പ്രഭുപാദിക്ക് ജയ്. ശ്രീ അനന്ത പത്മനാഭ സ്വാമിക്ക് ജയ്. ഹരേ കൃഷ്ണ പ്രഭുജി. ധന്യവാദ്. ഹരേ കൃഷ്ണ.